രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അയോധ്യ സന്ദർശിക്കാനിരിക്കെയാണ്. പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിലും ഹനുമാൻഗഡിലും രാഷ്ട്രപതി സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനം ഉണ്ടാവുക? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, പുനർനിർമ്മിച്ച അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിലേക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുകയാണ്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ദ്രൗപദി മുർമു അയോധ്യയിലെ വിമാനത്താവളത്തിൽ എത്തുക എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. മുർമുവിനൊപ്പം ഉത്തർപ്രദേശിന്റെ ഗവർണർ ആനന്ദീബൻ പട്ടേലും ഒപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടാകും. ആദ്യം ഹനുമാൻഗഡി ക്ഷേത്രത്തിൽ ദ്രൗപദി ദർശനം നടത്തും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര ദർശനത്തിന് മുൻപ് എല്ലാ ഭക്തരും 76 പടവുകൾ താണ്ടി ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തേടാറുണ്ട്. ആ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രമുള്ളത്. പിന്നീടാണ് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിലേക്ക് ദ്രൗപദി മുർമു എത്തുന്നത്. വൈകുന്നേരം നടക്കുന്ന സരയൂ ആരതിയിലും ഭാരതത്തിന്റെ രാഷ്ട്രപതി പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സരയൂ ആരതിക്ക് ശേഷം 8 മണിയോടുകൂടി മാത്രമാണ് ഇന്ന് അയോധ്യയിൽ നിന്നും തിരികെ ഡൽഹിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുക. മുൻപ് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ള 2 രാഷ്ട്രപതിമാർ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് UP സ്വദേശി കൂടിയായിട്ടുള്ള രാംനാഥ് കോവിന്ദാണ്, മുൻ രാഷ്ട്രപതി. അദ്ദേഹം 2021 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അന്ന് നമുക്കറിയാം, ഇപ്പോഴത്തെ പുനർനിർമ്മിച്ച ഭവ്യ രാമക്ഷേത്രമല്ല, മറിച്ച് അതൊരു താൽക്കാലിക ടെന്റിനകത്തായിരുന്നു അന്ന് രാംലല്ലയുടെ വിഗ്രഹം ഉണ്ടായിരുന്നത്. 2021 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദർശിച്ചു. ഒപ്പം 1983 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗും അക്കാലത്ത് അയോധ്യ സന്ദർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ രാഷ്ട്രപതി എന്ന ആ ഒരു ചരിത്ര നീക്കത്തിലേക്ക് ദ്രൗപദി മുർമു എത്തുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുർമു അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തും. രജനി.